ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം പരിപൂർണമായിട്ട് അവസാനിച്ചു. 7ാം ഘട്ട വോട്ടെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ പ്രചരണം അവസാനിച്ച ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിന് പോവുകയാണ്. അദ്ദേഹം അത് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. സുരക്ഷാ ഭടന്മാരെ അവിടെ വിന്യസിച്ചു. മോഡിയുടെ ധ്യാനം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ഈ സമയത്ത് അറിയുന്നത്. ഇത് വ്യക്തമായിട്ടും ഒരു രാഷ്ട്രീയ ഉദ്ദേശത്തോടെയുള്ള ഒരു ധ്യാനമാണ്. പ്രധാനമന്ത്രി മോഡിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അദ്ദേഹം 2014 വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ച് അധികാരത്തിൽ വന്ന ആളാണ്. വളരെ കാലത്തെ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് അറുതി വരുത്തി സുസ്ഥിരമായ ഒരു സർക്കാർ കെട്ടിപ്പടുത്ത ആളാണ്. 2019 കൂടിയ ഭൂരിപക്ഷത്തോടെ വീണ്ടും അധികാരത്തിൽ വന്നു. 2 തവണയും BJPക്ക് ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം ഉണ്ടായി. 1984-89 കാലത്തെ രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയ്ക്ക് ശേഷം പിന്നെ കേവല ഭൂരിപക്ഷം നേടിയ സുസ്ഥിരമായ സർക്കാരുണ്ടാക്കാൻ കഴിഞ്ഞ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. മൂന്നാമതും അദ്ദേഹം തന്നെ അധികാരത്തിൽ വരും എന്ന സൂചനകളാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന അഭിപ്രായ സർവേകൾ നൽകിയത്. രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമങ്ങളുമൊക്കെ ഏറെക്കുറെ അത് തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. അവസാന ഘട്ടത്തിൽ ഇന്ത്യ മുന്നണി, പ്രത്യേകിച്ച് ലാലു പ്രസാദിൻ്റെ രാഷ്ട്രീയ ജനതാദൾ, അതുപോലെ സമാജ്വാദി പാർട്ടിയൊക്കെ ഒരു തിരിച്ചുവരവ് നടത്തുന്നു എന്ന സൂചനയുണ്ട്. എങ്കിൽ പോലും ദേശീയ തലത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകും എന്നാരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആയിരിക്കും. ഏറ്റവും വലിയ മുന്നണി ദേശീയ ജനാധിപത്യ സഖ്യമായിരിക്കും. അതിനെ മറികടക്കാൻ പാകത്തിനുള്ള ഒരു ശക്തി സമാഹരിക്കാനായിട്ട് കോൺഗ്രസിനോ അല്ലെങ്കിൽ അവർ നേതൃത്വം നൽകുന്ന പ്രാദേശിക കക്ഷികൾ കൂടി ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിനോ കഴിയും എന്നാരും തന്നെ വിചാരിക്കുന്നില്ല. അവരുടെ പിന്തുണക്കാർ പോലും വിചാരിക്കുന്നില്ല. എന്തെങ്കിലും മഹാത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ ഏറെക്കുറെ അനുമാനിക്കാവുന്നതാണ്. പിന്നെ മഹാത്ഭുതങ്ങൾ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് ആ ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. എങ്കിൽ പോലും നോർമൽ ടെമ്പറേച്ചർ പ്രഷറിൽ നരേന്ദ്രമോദിയുടെ 3ാം മന്ത്രിസഭ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് വിചാരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി ഈ ധ്യാനവുമായിട്ട് കന്യാകുമാരിയിലേക്ക് പോയിട്ടുള്ളത്. ഇപ്പോൾ എന്തുകൊണ്ട് ധ്യാനം അല്ലെങ്കിൽ എന്തുകൊണ്ട് കന്യാകുമാരി എന്നുള്ള വിഷയമാണ് നമ്മളിവിടെ ആലോചിക്കുന്നത്, ഇവിടെ ചർച്ച ചെയ്യുന്നത്. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അദ്ദേഹം ഈ ലൗകിക ജീവിതത്തിൽ വിരക്തി സംഭവിച്ച ഒരാളായിട്ടാണ് കരുതപ്പെടുന്നത്. അദ്ദേഹം വിവാഹിതനാണെങ്കിലും ഭാര്യയുമായിട്ട് സംസർഗം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് കുട്ടികളില്ല. ഇനി സഹോദരന്മാരും സഹോദരിയും ആ രീതിയിലുള്ള കുടുംബം ഉണ്ടെങ്കിൽ പോലും അവരുമായിട്ട് അദ്ദേഹം വളരെ കാലമായിട്ട് അകൽച്ചയിലാണ് കഴിയുന്നത്. അവരുമായിട്ട് കുടുംബ ബന്ധമുണ്ട് എന്ന് മാത്രമുള്ളൂ. അദ്ദേഹം കുടുംബത്തിൻ്റെ ഭാഗമല്ല. അദ്ദേഹം ഈ ജീവിതം തന്നെ രാഷ്ട്രത്തിന് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് വേണ്ടി സമർപ്പിച്ച ആളാണ് എന്നുള്ളതാണ് പുറമെ കൂടുതലുള്ള ഒരു ഇമ്പ്രഷൻ. അപ്പോൾ ആ രീതിയിലുള്ളൊരു വ്യക്തിയാണെന്ന് മാത്രമല്ല, അദ്ദേഹം ആത്മീയമായ ഒരു ഉയർന്ന തലത്തിലുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഭക്ഷണക്രമം നേരത്തെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതാണ്. അദ്ദേഹം ഉറങ്ങുന്നത് ഇന്ന സമയത്താണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇന്ന അനിതര സാധാരണമായ ഇന്ന കഴിവുകളുണ്ട് എന്നൊക്കെയുള്ള ഒരു പൊതുധാരണ സൃഷ്ടിക്കുന്നതിന് അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകളും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളൊക്കെ പരിശ്രമിക്കും, അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. 2019 ഇദ്ദേഹം കേദാർനാഥിൽ പോയിട്ട് അവിടെ ഒരു ഗുഹയിലാണ് ധ്യാനിച്ചത്. പണ്ട് ഈ മഹർഷിമാരൊക്കെയാണ് ഹിമാലയത്തിൽ പോയിട്ട് ധ്യാനിക്കുകയും അല്ലെങ്കിൽ തപസ് ചെയ്യുകയൊക്കെ ചെയ്തത്. ഇദ്ദേഹം ഒരു അഭിനവ മഹർഷിയാണ് അല്ലെങ്കിൽ ഒരു മുനിയാണ് എന്നൊരു ധാരണ വരുത്താൻ ഈ രാജഋഷി എന്നൊക്കെ പറയും. ആ നിലയിലേക്കുള്ള ഉയർന്ന ഒരു വ്യക്തിയാണ് എന്നൊരു ധാരണ ഒരു വിഭാഗം വോട്ടർമാരുടെ ഇടയിലെങ്കിലും സൃഷ്ടിക്കാനും അതിൽ നിന്ന് ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് കേദാർനാഥിലേക്ക് പോയത്. അന്നും കുറേ ആളുകൾ ഇദ്ദേഹത്തെ പരിഹസിച്ചു. നരേന്ദ്രമോദിയുടെ കിളി പോയി, അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മിക്കവാറും സന്യസിക്കും, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേദാർനാഥിൽ പോയത് എന്നൊക്കെ. പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും വിഷമം മാറി. കാരണം വെച്ചാൽ പുള്ളി ഭൂരിപക്ഷം കൂട്ടി അധികാരത്തിൽ തിരിച്ചു. ഈ ധ്യാനവും ഈ കേദാർനാഥ അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് ഗുണം ചെയ്തു എന്ന് പിന്നീട് തെളിഞ്ഞു. തെരഞ്ഞെടുപ്പിന് ശേഷവും ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഈ രീതിയിലുള്ളൊരു പിന്തുണ, ഇദ്ദേഹം ഒരു ആത്മീയ മേഖലയിൽ കൂടി വ്യാപരിക്കുന്ന ഒരു വലിയ ഭരണാധികാരിയാണ്, സാധാരണ മനുഷ്യനല്ല, അതിമാനുഷ്യനാണ് എന്നൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുന്നതിന് അതൊരു പരിധിവരെ സഹായിച്ചു. അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ നീക്കങ്ങളും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന വേളയിൽ ചെങ്കോലുമായിട്ട് അദ്ദേഹം വന്ന വരവ് നമ്മുടെ മനസ്സിലുണ്ട്. അതുപോലെ ചെങ്കോട്ടയിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം. തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ ജൈവപരമായിട്ട് ഇന്നയാളുടെ
ഇന്ന മാതാപിതാക്കളുടെ മകനാണെങ്കിലും ദൈവം എന്നെ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് ഒരു പ്രത്യേക ദൗത്യവുമായിട്ടാണ്. ഈ രീതിയിൽ ഒരു ദൈവത്തിൻ്റെ കൈ എന്ന് പറഞ്ഞ സംഗതി അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഒരു മാൻ ഓഫ് ഡെസ്റ്റിനി എന്ന രീതിയിൽ അദ്ദേഹം സ്വയം പ്രൊജക്റ്റ് ചെയ്യും. അത് ഒരു പരിധി വരെ വിജയിപ്പിക്കാൻ സാധിച്ചു. അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് വിചാരിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇദ്ദേഹം പറയുന്നതെല്ലാം ശരിയാണ്, ഇദ്ദേഹം പറയാത്ത ഒന്നും ശരിയല്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നവരെ സംബന്ധിച്ചുള്ള ഇദ്ദേഹം ദൈവാവതാരമാണ്. അദ്ദേഹത്തെ ദൈവം ഭൂമിയിലേക്ക് അയച്ചതാണ് ഇന്ത്യ രാജ്യത്തെ രക്ഷിക്കാനും അതിനെ പുരോഗതിയിലേക്ക് കൈപിടിച്ചു ഉയർത്താനും എന്ന് വിചാരിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം ഇതുപോലെയുള്ള ഈ നമ്പറുകളൊക്കെ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. മാത്രമല്ല അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വലിയ മാധ്യമങ്ങളുടെ ഒരു വലിയ പട തന്നെ ഉണ്ട് താനും. അപ്പോൾ ഈ രീതിയിൽ ഉള്ള ഒരു പ്രൊജക്ഷനാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മൂന്നാമതും ജയിച്ച അധികാരത്തിൽ വരികയാണെങ്കിൽ ഇദ്ദേഹം ദൈവാവതാരമായിട്ട് മഹാവിഷ്ണുവിൻ്റെ 10ാമത്തെയോ 11ാമത്തെ അവതാരമായിട്ട് വേണമെങ്കിൽ വാഴ്ത്തപ്പെട്ടേക്കാം. ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതിക്ക് ചൂക്കാൻ പിടിച്ച വ്യക്തി, അല്ലെങ്കിൽ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് അറുതി വരുത്തിയ മഹാൻ, ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നാക്കി വളർത്തിയ മഹാനായ നേതാവ് എന്ന രീതിയിൽ ചരിത്രത്തിൽ സ്ഥാനം പിടിക്കാനും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ ഒരു നിലയിൽ ആദരിക്കപ്പെടാനും പൂജിക്കപ്പെടാനും ഒക്കെ ഉള്ളൊരു സാധ്യത മുൻകണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതുപോലൊരു ശ്രമത്തിന് ഇറങ്ങിയിട്ടുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ കാര്യങ്ങളും നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടരുമെന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു വലിയ കാലാതീതമായ ഒരു പ്രശസ്തിയാണ് ആഗ്രഹിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലം ഇന്ന രീതിയിലായിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുമ്പോൾ അദ്ദേഹം ഭൗതികമായ സുഖസൗകര്യങ്ങൾ വർദ്ധിച്ച ആളാണ്, ആത്മീയമായിട്ട് വലിയ ഒരു സൽഗതി പ്രാപിച്ച ആളാണ് എന്ന രീതിയിലുള്ള ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കാനും അങ്ങനെ ചരിത്രത്തിൽ സമാനതകളില്ലാത്തൊരു നേതാവായിട്ട് പഴയ കൊറിയക്കാരനെ ബിലവഡ് അൺഡിസ്പ്യൂട്ടഡ് ലീഡർ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത് എന്നാണ് എൻ്റെ അനുമാനം.